ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം നിങ്ങൾ ഇത് അമേരിക്കയിലും ഒക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പോൾ മോർണിംഗിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഇന്ത്യയിലൊക്കെ ഇവിടെയുള്ളവർക്ക് ഈവനിങ്ങിലായിരിക്കും. അതുകൊണ്ടിപ്പോൾ എന്തായാലും ഈ ദിവസത്തിൻ്റെ എല്ലാ കൃപയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ നീ ഇതിനെ വിലമതിക്കണം. ഇതാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് വിഷയം. 137 സങ്കീർത്തനത്തിലെ 6 വാക്യം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോട്ടെ. സുന്ദരമായൊരു വചനം അല്ലേ? സാധാരണ പറഞ്ഞാൽ വല്ല പ്രേമിക്കുന്ന പിള്ളേരാണെങ്കിൽ പറയാൻ പറ്റിയ അങ്ങനെയല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പറയാം, നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെ വിലമതി. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അടിമത്തത്തിൻ്റെ കാലഘട്ടമാണ്. അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ജെറുസലേം ദേവം ആക്രമിക്കപ്പെട്ട് അവിടെ നിന്ന് എല്ലാവരും പോയി, അവരെ പിടിച്ചുകൊണ്ട് പോയി. അവരപ്പോൾ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ചങ്ക് പൊട്ടി കർത്താവിനോട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന രംഗമാണ്. ജെറുസലേം ദേവാലയമുള്ള സ്ഥലം, കർത്താവിൻ്റെ സാന്നിധ്യം, അതിനെ ഞാൻ എപ്പോഴും ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷവും വിലമതിക്കുന്നില്ലെങ്കിൽ നാം അണ്ണാക്കിലുറ്റി പോട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്. നിങ്ങളിങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലേ? ഇവിടെ നോക്ക്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഏതാ? പറ. ഹല്ലേലൂയ. നിൻ്റെ ബിസിനസ്സാണോ? നിൻ്റെ ജോലിയാണോ? നിൻ്റെ ജീവിത പങ്കാളിയാണോ? നിൻ്റെ മക്കളാണോ? നിൻ്റെ ഒറ്റ ഫ്രണ്ട്സാണോ? നിനക്കുള്ളതാണോ? പണമാണോ? നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണോ? സിനിമയാണോ? എന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷം? ആ സന്തോഷത്തേക്കാൾ നീ ജെറുസലേമിനെ വിലമതിക്കണം. ആ സന്തോഷം നിൻ്റെ ഇടവക ദേവാലയത്തെ വിലമതിക്കണം. ആ സന്തോഷത്തേക്കാൾ നീ ഈശോയെ വിലമതിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ എന്ന് പറഞ്ഞ സങ്കീർത്തനം പ്രാർത്ഥിക്കുക. ചിന്തിച്ച് നോക്കണം. ആവശ്യമെങ്കിൽ കുമ്പസാരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ജോലി അങ്ങനത്തെ മേഖലയിൽ തടസ്സപ്പെട്ട് കിടത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന വചനം കേട്ട് ഓരോരുത്തരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഒരുപാട് ദൈവകൃപ നിറയട്ടെ. ഈശോയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കൃപ ലഭിക്കട്ടെ. അതിനെ വിലമതിക്കാൻ കൃപ ലഭിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അവരെല്ലാം മുദ്രയിടുന്നു. പ്രത്യേകിച്ച് എൻ്റെ കർത്താവെ, ജോലി മേഖലകളിൽ തടസ്സം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നാളുകളിൽ ജോലി ഇല്ലാത്തവർ, ജോലി മേഖല തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ, കർത്താവായ ദൈവമേ, അവരുടെ മേഖലകൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കും, വിട്ടുമാറി പോകട്ടെ. ഇന്ന് വചനം കേട്ട് ഓരോരുത്തരും ഈശോയുടെ നാമത്തിൽ ശക്തി നിറയട്ടെ. ഇവരെ പിടിപ്പെടുന്ന ദുരാത്മാക്കൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.